എല്ലാവർക്കും വലിയൊരു നമസ്കാരം. പിഷാരടി ബ്രോ, അറിയാലോ ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ തിരക്കുള്ള സമയത്തൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു സംഭവമാണ് കൗണ്ടർ കുറവാണ്, കൂടുതൽ കൗണ്ടറുകൾ വേണമെന്ന്. അത് കേട്ട് നമ്മളിവിടെ പ്രോഗ്രാമിന് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഗ്രൂമേഴ്സും പറയുവാണ് കൗണ്ടർ കുറവാണ്, കൂടുതൽ കൗണ്ടർ വേണം. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാൾ തമിഴ്നാട് ഒരു ഉൾഗ്രാമത്തിലേക്ക് പോയി ഒരു പെരിയ കൗണ്ടറുടെ അടുത്ത് പോയി നിന്നു. ഒരാഴ്ച നിന്നു. പക്ഷേ പുള്ളി പോരാട്ടോ. പുള്ളി എന്നെക്കാളൊക്കെ ലോവർ ലെവലുള്ള കൗണ്ടറുകളാണ് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ നിലവാരം ഒന്ന് ആലോചിച്ച് വെക്കണേ. പക്ഷെ ഒരാഴ്ച നിന്നപ്പോഴത്തേക്ക് എനിക്ക് അവിടുന്ന് വേറൊരു തല്ലിപ്പൊളി കൗണ്ടർ കിട്ടി. കാരണം ആ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പുള്ളി ഒരു കളരി മർമാണി ചികിത്സാ കേന്ദ്രം നടത്തുന്നുണ്ട്. മ്യൂസിക് തെറാപ്പി കൊണ്ടേ നടുവേന ക്ലിയറാണ്. നമ്മൾ മ്യൂസിക് തെറാപ്പി എന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരിക്കലും മെൻ്റലി അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നടുവിന് ചെയ്യാൻ പറ്റും എന്നുള്ളവരെ അറിയത്തില്ല. അതൊരു പാട്ട്, നമ്മുടെ വളരെ കോമൺ ആയിട്ടുള്ള പാട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണേ. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആദ്യം തന്നെ നടു തീരെ വയ്യാത്തൊരു പുള്ളിയോട് പാട്ടം കിട്ടു കൊടുത്തു. ഏത് പാട്ടെന്നറിയാമോ? ഈ പാട്ട്. നീ സാമി സാമി എന്ന് വിളിച്ചാൽ സാമിയോടെന്ന് പറഞ്ഞി തോന്നി, സാമി 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 സാമി. അപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം ഓക്കെ ആയി. മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും പുള്ളിക്ക് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയി. അപ്പോഴത്തേക്കും ദേവന് അടുത്ത ട്രെൻഡിങ് സോങ് പുള്ളി നന്നായിട്ട് ചെയ്ത് രതി പുഷ്പം പൂക്കുന്ന യാമം. കിടിലൻ സാധനം. പുള്ളി ലെവലായി. അവസാനം നടുവൊക്കെ ശരിയായി കഴിഞ്ഞിട്ട് ആഘോഷിക്കുക. അതും ഈ നടു വെച്ചിട്ടാ. മലമ പിത്ത പിത്താത്തേ മലമ പിത്ത പിത്താത്തേ മലമ പിത്ത പിത്താത്തേ മലമ പിത്താത്തേ. ഇപ്പൊ ഞാൻ ആലോചിക്കുക, പണ്ടൊക്കെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തലയ്ക്കാണ് കിക്ക്, ഇപ്പോഴത്തെ പാട്ട് കേട്ടാ നടുവിനാണ് കിക്കോ. ശരിക്കും പറഞ്ഞാൽ കൗണ്ടർ കിട്ടാതെ ഞാൻ ഒന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കൗണ്ടർ ശാപാന്ന് തോന്നി. കാരണം ഞാൻ പണ്ട് മുതലേ എന്ത് ടിക്കറ്റ് മേടിച്ചാൽ ഈ കൗണ്ടർ ഒരു ബഹുമാനവും ഇല്ലാണ്ട് വലിച്ചു കയറി പള്ളയിട്ട് കളയും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ കൗണ്ടർ ശാപം കിട്ടിയത്. ഞാൻ പിന്നെ എല്ലാ ടിക്കറ്റിൻ്റെയും കൗണ്ടർ ശേഖരിച്ചിട്ട് അവസാനം തലേണയുടെ അടിയിൽ വെച്ച് കിടന്ന് ഉറങ്ങി നോക്കി. എന്നിട്ടും കൗണ്ടർ വലിയ കാര്യമായിട്ട് കിട്ടിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരാഴ്ച ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറുടെ അടുത്ത് പോയി നിന്നു. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ കൗണ്ടർ കൊട്ടേഷൻ എടുത്ത് അടിച്ചു കൊടുക്കുന്നത് ഇൻറ്റീരിയർ ഡിസൈനറുകാർ. അവർ അധികം ടോപ്പ് കൗണ്ടറൊന്നും അടിക്കാറില്ല, പക്ഷേ കൗണ്ടർ ടോപ്പ് ഒരുപാട് അടിക്കാറുണ്ട്. നമ്മൾ ഈ പഴയ തമാശ പറഞ്ഞാലേ കുഴപ്പമുള്ളൂ, പക്ഷേ പഴയ കാലത്തെ തമാശ പറഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക. അതായത് നമ്മൾ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തേക്ക്. ഇപ്പം കുട്ടിക്കാലത്തേക്ക് പോകുമ്പോൾ വെറുതെ പോയാൽ കാര്യമില്ല, നമുക്ക് അതിൻ്റെ കുറച്ച് ഓർമ്മകൾ വേണമല്ലോ. ആ ഓർമ്മകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കോമഡി ഐറ്റം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ പഴയ പെട്ടി ഒന്ന് തുറന്നു നോക്കി. തുറന്നപ്പോൾ തന്നെ ദേ ഇരിക്കണം ആദ്യത്തെ കോമഡി ഐറ്റം, എൻ്റെ മാർക്ക് ലിസ്റ്റ്. അതങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാനതൊക്കെ മാറ്റി വെച്ച്. അപ്പോൾ ഇരിക്കണത് അടുത്ത സാധനം. പക്ഷെ അത് കണ്ടിട്ട് എനിക്കത്ര ചിരിയൊന്നും വന്നില്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വൈഫ് പുറകെ കിടന്നേ തല കുത്തി കിടന്ന് ചിരിക്കുക. അതിട്ട് നോക്കും, എന്നെ നോക്കിയിട്ട് പറയുക പെട്ട അമ്മായിയമ്മ സൈക്കിളിലിട്ടു എന്ന്. അതായത് എൻ്റെ അമ്മ സൈക്കിളിലെന്ന്. സാധനം എന്താണെന്നറിയാമോ? എൻ്റെ ആ സമയത്തെ ഫോട്ടോ. അതിപ്പോൾ അവളെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ഫോട്ടോ ഞാനെങ്ങനെ ഈ LED വാളിലിട്ടാ പിന്നെ എനിക്ക് വേറൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചിരിച്ച് മരിയും. അന്ന് എനിക്ക് ഈ പറഞ്ഞ ഗ്ലാമറോ ഹൈറ്റൊന്നും ഇല്ല, അത്ര സെറ്റപ്പ് അല്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ പരിപാടി മാറി. പക്ഷെ ഞാൻ അടിപൊളിയായിരുന്നു ആ പ്രായത്തിൽ. എന്ന് വെച്ചാൽ ആ കോലവും വെച്ചുകൊണ്ട് ഞാൻ എന്തോരം പെമ്പുള്ളേരെ കൊതിപ്പിച്ചേക്കണമെന്ന് അറിയാം. അതുപോലെ കൊതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു പെണ്ണിനോട് എൻ്റെ ഇഷ്ടം പറയാമെന്ന് വിചാരിച്ചു. അന്ന് ഇതുപോലെ ഭയങ്കര മഴയാണ്, കേരളം പനിച്ച് വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എല്ലാവർക്കും ജലദോഷം പനി. എനിക്കും ജലദോഷം പനിയുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഈ പനിയുള്ള നമ്മുടെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. ആ സമയത്ത് മുടിയൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ആ കൊച്ചിനോട് ചെറിയൊരു തോന്നി. അപ്പം ഞങ്ങളിങ്ങനെ സ്കൂളിൻ്റെ മഴയത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് അത്യാവശ്യം പനി ചെറിയ തലദോഷമൊക്കെ ഉണ്ട്, എന്നാലും പ്രേമം തോന്നിയതല്ലേ പറഞ്ഞേക്കാന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ ഉള്ളിലെ പ്രണയം മുഴുവൻ പുറത്തേക്ക് എടുത്ത് അവളോട് പറയാനായിട്ട് പോയപ്പോഴത്തേക്കും നശിച്ച സമയത്ത് ഒറ്റ തുമ്മൽ. ഭയങ്കര ജലദോഷമായിരുന്നു. ആകെ അവളുടെ മുമ്പിൽ നാറിപ്പോയി. പക്ഷെ അവൾ എനിക്ക് നമ്പർ തന്നു. ഞാൻ വലിയ നമ്പർ മേടിച്ചു. അപ്പം എന്ന് വെച്ചാൽ അന്ന് ലാൻഡ് ലൈൻ നമ്പറാണ്. അപ്പം ഞാൻ ചോദിച്ചു എപ്പോഴാണ് വിളിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഒരു 5 മണിക്ക് മുമ്പ് വിളിക്കണം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വരൂലേ? അല്ലല്ല, ആ 5 മണി വരെയാ ആ വൈദ്യൻ അവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വിചാരിച്ച അവളുടെ വീട്ടിൽ നമ്പറാണെന്നല്ലേ? ഞാനും അതെ. അത് ഈ ജലദോഷത്തിന് ഒറ്റമൂലിയുള്ള ഒരു വൈദ്യൻ്റെ വൈദ്യശാലയുടെ നമ്പറാണ്. ഞാൻ തളരുമോ? ഞാൻ തളർന്നൊന്നുമില്ല. ഞാൻ പിറ്റേ ദിവസം 4:30 ആയപ്പോൾ ആ വൈദ്യൻ്റെ അടുത്ത് പോയി മരുന്നും മേടിച്ച് ജലദോഷമൊക്കെ മാറി. പിറ്റേ ദിവസം പൂർണ്ണ ഊർജ്ജസ്വലനായിട്ട് ഇവളെ വളയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെന്ന് അവൾ അവിടെ നിൽക്കുന്നു. ഞാൻ എൻ്റെ റൊമാൻറ്റിക് ലുക്ക് അങ്ങ് വിട്ടു. അവൾ പോയി. പിറ്റേ ദിവസം അവളുടെ അച്ഛനെ കൊണ്ട് വന്നു. ഞാൻ വിചാരിച്ചു ഒറ്റ ലുക്കിൽ തന്നെ കാര്യങ്ങൾ നടന്ന് എൻ്റെ കല്യാണം നടക്കാൻ പോവാന്ന്. പുള്ളി വന്ന് എന്നോട് ചോദിക്കുക നീ എന്തിനാണ് എൻ്റെ കൊച്ചിനെ കോക്കരി കുത്തി കാണിച്ചത്? ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഈ റൊമാൻറ്റിക് ലുക്ക് ഇട്ടിട്ട് നിങ്ങൾ തന്നെ വീഴുക. ആ റൊമാൻറ്റിക് ലുക്കിനാണ് പുള്ളിക്കാരത്തി കോക്കരി എന്ന് പറഞ്ഞ മനസ്സിലായി. പക്ഷേ അവളോട് എന്തോ ഒരു ലൈൻ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ
അവളെ പിന്നെ ഫോളോ ചെയ്തു. അവൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ അറിയാൻ, കൂട്ടുകാരോടൊക്കെ പറയുമല്ലോ. അങ്ങനെ ഞാൻ അവളുടെ ക്ലാസ്സിൻ്റെ സ്ക്രീനിൻ്റെ അവിടെ പോയി കാതോർത്ത് നിന്നു. അപ്പോൾ അവൾ പറയുവാണ്, എടി ആ 7ാം ക്ലാസ്സിലെ ഒരു ചെക്കൻ എന്നോട് എന്തോ ഒരു ചെറിയ ഇഷ്ടമുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരി ചോദിച്ചു, ആര്? എടി ആ 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ച് ഇരിക്കണല്ലേ, ആരാന്നേ? എടി രണ്ടാമതിരിക്കണേ. അപ്പോൾ കൂട്ടുകാരി ചോദിച്ചു, അവന് പേരില്ലേ? പേരെനിക്കറിയില്ല. എടി നമ്മുടെ ആ ഫസ്റ്റ് ബെഞ്ചിൽ രണ്ടാമത് പൊക്കം കുറച്ചിട്ട് മുള്ളംപൊന്ന് പോലെ മുടി വെച്ചിട്ട് കറുത്തിട്ട് പല്ല കുന്തിയ മറ്റേ കൊച്ചു പറയാം, ഓ നമ്മുടെ മനേഷ് മണി. അന്ന് ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് ശരിക്കും പറഞ്ഞ് ഇറങ്ങി ഓടിയത് വാതിൽ വഴിയല്ല, ജനൽ വഴിയാണ്. പക്ഷെ എനിക്ക് ഈ പൊക്കമില്ലായ്മ കൊണ്ടല്ലോ കുറേ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ അമ്മയുടെ കൂടെയൊക്കെ ചെറുപ്പത്തിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് ബസ്സിൻ്റെ ബാക്കിൽ കയറാനാണ് ഇഷ്ടം. നിഷ്കളങ്കനാണ്, എനിക്ക് ആ ഒരു പ്രിവിലേജാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ബാക്കിൽ കയറുമ്പോഴത്തേക്കും എനിക്ക് ബാക്കിൽ നിൽക്കാനുള്ള ലുക്കില്ലെന്നും പറഞ്ഞ് ഈ അമ്മ എന്നെ പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ നിർത്തും. അങ്ങനെ നിന്ന് ഞാൻ ബസ്സിലെ ഫ്രണ്ടും ഒക്കെ ആയിട്ടൊന്നങ്ങ് പൊരുത്തപ്പെട്ടു. ഞാൻ പിന്നെ ബസ്സിൻ്റെ ഫ്രണ്ട് സ്ഥിരമാക്കി. കാരണം എൻ്റെ പൊക്കം അതിനെ സഹായിച്ചു. എന്തിനു പറയണത്, ഇപ്പം ഞാൻ ഈ പ്രോഗ്രാമിന് വന്നില്ലേ, അപ്പോൾ ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കയറി വന്നേ. എന്നോടൊരു ചേച്ചി ചോദിക്കുക, +2ൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ, നീ എവിടെ പോവാടാ മോനേന്ന്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ 2 എലിജിബിലിറ്റിയാണ് വേണ്ടത്. ഒന്ന് നന്നായിട്ട് പഠിക്കണം, ഒന്ന് പൊക്കം കുറയണം. ഞാൻ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ബെഞ്ചിലായിരിക്കണം. മനസ്സിലായി കാണുമല്ലോ എൻ്റെ റേഞ്ച് അതാണ്. ഈ പൊക്കം കുറവുള്ളതുകൊണ്ടാണ് എനിക്കൊരു ലൈൻ വീണത്. കാരണം വെച്ചാൽ ഞാൻ ഈ ഫ്രണ്ട് ബെഞ്ചിൽ എല്ലാ ക്ലാസ്സിലും ഇരിക്കുന്നതുകൊണ്ട് അപ്പുറത്തെ ക്ലാസ്സിൽ പെങ്കൊച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്നവർ വിചാരിച്ചു ഞാൻ നന്നായിട്ട് പഠിക്കുമെന്ന്. ഞാൻ വിചാരിച്ചു അവൾ നന്നായിട്ട് പഠിക്കുമെന്ന്. അങ്ങനെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ 2 പേരും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നത് പഠിക്കണോണ്ടല്ല, പൊക്കം കുറവുള്ളതുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ പഠിച്ചു, ഞങ്ങൾ തമ്മിൽ പ്രേമിച്ചു, ഞങ്ങളുടെ പ്രേമം വളർന്നു, ഞാൻ വളർന്നു, അവൾ കുറച്ച് കൂടുതൽ വളർന്നു പോയി. കോംപ്ലക്സ് അടിച്ചു. ഈ കോംപ്ലക്സ് മാറാനായിട്ട് ഞാൻ വുഡ്ലാൻഡിൽ കയറി. വുഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ബാറാന്ന്. അല്ല, നമ്മുടെ ഈ ട്രാക്ടറിൻ്റെ ചക്രം പോലത്തെ സോളുള്ള ഷൂ ഇല്ലേ, വുഡ്ലാൻഡ് ഷൂ, അതിൽ എൻ്റെ കൂട്ടുകാരനെ കൊണ്ടൊരു സ്റ്റൂള് പണിയിപ്പിച്ചിട്ട് ഞാൻ അതിൽ കയറി നിന്നിട്ട് ബാബു ആൻ്റണീനെ പോലെ അവളുടെ കൂടെ പണി. കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കഷ്ടകാലത്തിന് അവർക്ക് അമ്പലത്തിൽ പോകണം. ഓരോ ദുരാചാരങ്ങളെ, അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ചെരുപ്പ് ഊരണമല്ലോ. അവൾ ചെരുപ്പ് ഊരി, ഞാൻ ഷൂയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ശരിക്കും സ്റ്റൂളിൽ നിന്ന് ഇറങ്ങിയ പോലെ ആയിപ്പോയി. അവിടെ വെച്ച് കോംപ്ലക്സ് അടിച്ച് അവൾ എന്നെ ഉപേക്ഷിച്ച് പോയി. ഞാൻ പ്രണയം കൊണ്ട് തകർന്ന് തേപ്പ് കിട്ടിയില്ല, ഞാൻ നാശിച്ച് നാളെക്കുറിച്ച് എനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ പ്രണയം. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്ന് വിളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടി കയറി എൻ്റെ ബെഡ്റൂമിൽ കയറി വാതിലടച്ചു. എൻ്റെ അമ്മേ, എൻ്റെ വിരലാ വാതിലിൻ്റെ ഇടയിൽ പോയി. അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പ്രേമത്തിൻ്റെ വേദനയാണ് ഏറ്റവും വലുതെന്ന്. പക്ഷേ ഉണ്ടല്ലോ, ഏറ്റവും വലിയ വേദന പ്രേമവും വിരഹമൊന്നുമല്ല, വാതിലിൻ്റെ ഇടയിൽ കൈപോയാണ്ടല്ലോ മോനെ, സഹിക്കാൻ പറ്റത്തില്ല.